ഇതിപ്പോ വർക്കാവില്ലേക്ക് ഇത് വർക്കാണ് അല്ലേ? അത് 2000 ഉറുപ്പ്യ വില വരും ഈ ഒരു പായക്ക് കേട്ടാ. അത് അത്ര പെട്ടെന്ന് ഈ പായയുടെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് ഈ ഒരു പായ പൊളിക്കണത്. കണ്ടാ ഇത് നോക്ക് എത്ര ഉണ്ടാവും, എത്ര ഉള്ളൂ, ഒരു ചാണും കൂടി ഇല്ലാട്ടാ. കമ്പ്രാന്റെ മറ്റേ കാളവണ്ടര താഴത്തൊക്കെ ഇങ്ങനെ കെട്ടി നോക്കി പോയില്ല, ആ സാധനമാണ്. സുഹൃത്തുക്കളെ സുൽഫിയാണ് കേട്ടാ. ഇന്ന് ഞാനേ നിങ്ങളെ പഴയ കാലത്തെ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. പഴയ കാലത്തെ സാധനങ്ങൾ കേട്ടോ മൊത്തം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 55 വർഷമായി ഇവിടെ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് കേട്ടാ. അതിന്റെ ഫുൾ വീഡിയോ ഉണ്ട്, നിങ്ങൾ ഫുൾ ആയിട്ട് കാണും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മൺപാത്രങ്ങള്, അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വരി നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ ഒരു കടയ്ക്ക് വന്നതല്ലേ, നമ്മുടെ അലീക്ക് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇക്കാ അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എത്രയായി? സ്ഥാപനം തുടങ്ങിയിട്ട് സ്ഥാപനമില്ല. ഞാൻ ആദ്യം പിന്നെ സ്ഥാപനം പറഞ്ഞ വീട്ടിലിരുന്നിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാം. വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കോ? എല്ലാ സാധനങ്ങളും ഉണ്ടാക്കോ? കുറച്ച് പണിക്കാരെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണ ഇതൊക്കെ ആയി നോക്കുമ്പോൾ അവരൊക്കെ കുറെ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ വീടുകളിൽ ചെന്നിട്ട് അവർ പൊളിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടിട്ട് പഴയ വാങ്ങിച്ചു കൊണ്ട്. അപ്പൊ ഈ ഒരു പഴയ കാലത്തെ സാധനങ്ങളാണ് നമുക്ക് മെയിൻ ഹോബിയായിട്ട് ചെയ്യാണ്. അതെ അതെ, പഴയ കാലത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. എല്ലാ കാലത്തെ എല്ലാ സാധനങ്ങളും വിഗ്രഹങ്ങൾ മാത്രം വാങ്ങിക്കില്ല, അതല്ലാത്ത എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. പഴയ അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് ഈ ഒരു കടയ്ക്ക് വന്നപ്പോ എനിക്ക് പഴയ കാലത്തെ ഒരു ഫീലാണ് ഇതിന്റെ ഉള്ളിൽ വന്നപ്പോ കണ്ടത്. എല്ലാം ഇതിപ്പോ കുറെ മാക്സിമം എല്ലാ സാധനവും നിങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് അല്ലേ? 80% നിങ്ങളായിട്ട് ഉണ്ടാക്കിയാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു കട തുടങ്ങിയിട്ട് എത്രയായി നമുക്ക്? 1 വർഷമായി അല്ലേ? അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീട്ടിലായിരുന്നു. വീട്ടില് എത്ര വർഷമായി എന്ന് പറഞ്ഞത്? 55 വർഷമായിട്ടാ ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്, അരിയൊക്കെ തുടങ്ങിയിട്ട്. അതേപോലെ തന്നെ 80% സാധനങ്ങൾ ഇക്കന്നെ ഉണ്ടാക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇപ്പൊ ഈ 1 വർഷമായിട്ടാണ് ഇപ്പൊ ഈ ഒരു കടയ്ക്ക് മാറ്റിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഗവൺമെന്റിന്റെ പിന്നെ ഈ സരസ്വമേള അതിനൊക്കെ പോകും. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ എല്ലാം പ്രദർശനത്തിന് വെക്കും അല്ലേ? എറണാകുളത്ത് ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ. അപ്പൊ എറണാകുളത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം എല്ലാവരും ഉണ്ടാവൂലേ? കേരള ഗവൺമെന്റിന്റെ നടക്കുന്ന പരിപാടിക്ക് എല്ലാം ഗവൺമെന്റ് വിളിക്കും അല്ലേ? അപ്പൊ ചെറുപ്പം മുതലുള്ള ഈ ഒരു പരിപാടി തന്നെയാണ് അല്ലേ? ഇതിനൊരു പഴയ സാധനങ്ങളോട് വലിയ കമ്പം തോന്നി. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ ഒരു ഇതാക്കിയാണല്ലോ. ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്ന് നിങ്ങൾ വന്ന് നോക്കിട്ടാ. ഇപ്പൊ നമ്മുടെ ഈ അഡ്രസ് എവിടെ വരുന്നത്? ഇവിടെ ലൊക്കേഷൻ മുള്ളൂർക്കര എന്നാ പറയുന്നത്. മുള്ളൂർക്കര. ഇത് ഏതാ റോഡ് നമ്മുടേത്? ഇത് പിന്നെ വാവന്നൂര്, പിന്നെ കുന്നംകുളം റോഡ്. കുന്നംകുളം റോഡാണ് കേട്ടോ. വാവന്നൂര് സ്റ്റോപ്പാണ് ഇത്. കുന്നംകുളം റോഡ് വാവന്നൂര് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം ഉള്ളത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് വന്ന് നോക്കി ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്ക്, കണ്ട അത് പറ നോക്ക്, കണ്ട നല്ലൊരു ഇതാണ് കേട്ടാ. ഇത് ഇക്കന്നെ ഉണ്ടാക്കിയാണിത്. ഇത് ഇക്കന്നെ ഉണ്ടാക്കിയാണ് കേട്ടാ. എന്റെ മക്കളും ചെയ്യും. ഇക്കും ചെയ്യും. എത്ര ഇക്കട മക്കളും ചെയ്യും. അപ്പൊ എല്ലാരും ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ തന്നെ ഉള്ളത് അല്ലേ? എല്ലാവർക്കും പഴയ കാലത്തെ ആമാടപ്പെട്ടി. അത് നോക്ക്, പഴയ കാലത്തെ കണ്ടാ നോക്ക്, കണ്ടാ നിക്കട്ടെ മോനു. ഇത് കണ്ട നോക്ക്, പഴയ കാലത്തെ ആ ഒരു പെട്ടി നോക്ക്. എന്താല്ലേ ഇതൊക്കെ ഇപ്പൊ ഈ ഒരു സാധനം ഇപ്പൊ നമുക്കൊക്കെ കാണാൻ പറ്റുമോ? നോക്ക്, ഒരു അതിശയം തന്നെയാണ്. കണ്ട ഇത് കണ്ട. ഇതൊക്കെ പഴയ കാലത്തെ പെട്ടികളാണ്. കണ്ട നോക്ക്, ഇതൊക്കെ പഴയ കാലത്തെ പെട്ടികളാണ്. നോക്കി നോക്ക്, അതൊക്കെ എന്താ ഒരു ഭംഗിയാണ്. ഇതൊക്കെ ഇക്കുണ്ടാക്കിയ തന്നെയാണ് കേട്ടോ. നോക്കി നോക്ക്, ഇതിന്റെ ഒരു വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് സാധനം. ഇതൊക്കെ എന്ത് മരത്തിലാ ഉപയോഗിക്കുന്നത്? അതൊക്കെ പ്ലാവ്, ഈട്ടിയില് അതിന്റെ മരം നമുക്ക് എടുക്കാൻ പറ്റൂലേ? അപ്പൊ നല്ല മരങ്ങളാണ്. തേക്ക്, ഈട്ടി ഇതൊക്കെ ഇടുമ്പോ നല്ല പ്ലാവ് ഒക്കെയാണ് ഇടുന്നത്. ഇത് കണ്ട നോക്കിത്, കണ്ട തോണി കണ്ട, അതൊക്കെ നോക്ക്. ഇത് എന്താ നോക്ക്, പഴയ ആ മോഡലല്ലേ നമ്മുടെ പഴയ ഫിലിമ. അല്ല ഫിലിമയിലൊക്കെ കാണില്ലേ, അതേ മോഡലാണിത്. നോക്കി നോക്ക്, കണ്ട കണ്ട ഇത് നോക്ക്. അതേപോലെ ഇത് മണ്ണിന്റെ ആണ് അല്ലേ? ഇത് മണ്ണിന്റെ. ഇത് കണ്ട എന്തൊരു ഭംഗിയാ കാണാല്ലേ. ഇത് വിഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരും. അതൊക്കെ അത് പണിയുണ്ട് അല്ലേ? അപ്പൊ അവരടുത്ത് വാങ്ങിച്ചിവിടെ വെക്കണതാണ് അല്ലേ? വിഗ്രഹങ്ങൾ, ആന, ഇത് കണ്ട നമ്മുടെ കഥകളുടെ ഇതൊക്കെ നോക്കി നോക്ക്. കണ്ട അതൊക്കെ അവരടുത്ത് വാങ്ങിക്കണ ചട്ടികളാണ് അല്ലേ? പഴയ കാലത്തേക്ക് പോകും നമ്മളിവിടെ വന്നു കഴിഞ്ഞാ അല്ലേ? പഴയ സാധനങ്ങൾ. അതെ അതെ. ഇപ്പൊ എവിടെയും കിട്ടലില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ തെരഞ്ഞു വരണം നമുക്ക്. പഴയ കാലത്ത് ഉണ്ട്.
ഇത് കണ്ട, ഇത് നോക്ക്, ഫോൺ നോക്ക്, പഴയ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഇതൊക്കെ എത്ര വർഷമായിട്ടുണ്ടോ ഇതൊക്കെ? ഇതിപ്പോ പിന്നെ ഇതിനിപ്പോ ഒരു 4 വർഷത്തെ ഉണ്ടാവുള്ളൂ അല്ലെ? അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് അല്ലേ? അതിന്റെ തടികളെന്നൊക്കെ ഒരുപാട് പഴക്കള തടികൾ അല്ലേ? ഇതൊന്നും ഇപ്പൊ കാണാനില്ല. ഇതൊന്നും ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി ഇവിടെ കണ്ടപ്പോ. അതൊക്കെ നോക്ക് അല്ല. അത് കുത്തിയാലേ വർക്കാവണം. കണ്ടാ വർക്കാവുണ്ടില്ല. ഇത് വർക്കാവണ ഫോണാണ് കേട്ടാ. നോക്കി നോക്ക്. എന്താ ഒരു ഇത് നോക്ക്. വീരങ്കി അല്ലേ? ഇത് പഴയ കാലത്ത് വീരങ്കി. നോക്ക് അല്ല, ഇതൊക്കെ തന്നെ ഉണ്ടാക്കണതാണ് അല്ലേ? അത് സെറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഈ തകിട് വാങ്ങിച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് എടുക്കാണ് ഒരു സംഭവം. അത് പഴയ ഗ്രാമഫോണ്. നോക്കി, ഇതിപ്പോ വർക്കാവില്ലേക്ക്? ഇത് വർക്കാണ് അല്ലേ? ഇതൊക്കെ ഞാനിപ്പോ ഏതൊക്കെ ടിവിയിൽ സിനിമയിലൊക്കെ കണ്ടാണ്. നോക്ക്, ഇവിടെ കണ്ടപ്പോഴാണ് അതിന്റെ ഒരു ഇത് തോന്നിയത്. കണ്ട, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഒക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണ് കേട്ടാ. അത് കണ്ട, ഇത്ര ഇതുണ്ട്. അത് പിന്നെ നമ്മുടെ പഴയ കാലത്തെ മറ്റേ കൊട്ടകളും അതൊക്കെ പൂ കൊണ്ടുപോകാനും അതേപോലെ അമ്പലത്തിലേക്ക് പോകാനും അതേപോലെ ഓരോ ഇതൊക്കെയാണ്. പഴയ മോഡൽ വീടുകൾക്കൊക്കെ ഓരോ ഡെക്കറേഷൻ ഒക്കെ വെക്കില്ല, അതിന്റെ ഓരോ ഇതൊക്കെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കി? ഇതൊക്കെ ചെയ്യണതാണ് അല്ലേ? ഇതൊക്കെ ചെയ്യണതാണ്. അതൊക്കെ പിന്നെ നമ്മുടെ സാധാ കൊട്ടയാണ്. ഇതിപ്പോ എവിടെ ഇല്ലാട്ടാ. ഇപ്പൊ എവിടെ ഇല്ലത്. ഇതിപ്പോ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പഴയ കാലത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എവിടെ ഇല്ല. മുറം കണ്ട, കുണ്ടൻമുറം മുതലിക്കില്ല. അതന്നെ, അതിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മുതലാവില്ല. അത് കാരണം ആരും ചെയ്യില്ല. പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമ്മൾ കളയാണ്. അപ്പൊ അതാണ്ട് അതൊക്കെ നോക്ക്. ഇതൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടാണ് ഈ കുണ്ടൻമുറൊക്കെ. അതൊക്കെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പൊ ഈ സംഭവം കാണുന്നത്. കണ്ടാ, ഇപ്പൊ ചട്ടികള് ഇത് ഇപ്പൊ പഴയ കാലത്ത് ഇപ്പൊ എന്ത് കാണിക്കാം. ഇതുണ്ട്, ഇതൊക്കെ പാത്രങ്ങളാണ്. ഇത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോ സ്റ്റീൽ പാത്രം അലുമിനിയം ഒക്കെ കൂടിയിട്ട് ആൾക്കാരെ ഇപ്പൊ ഒക്കെ ഈ മൺപാത്രങ്ങൾക്കാണ് ഇപ്പൊ എല്ലാവരും വന്നിരിക്കുന്നത്. വീട്ടിലിപ്പോ കറി വെക്കാനും ചോറ് വെക്കുകയാണെങ്കിലും എല്ലാം ഇപ്പൊ മൺപാത്രമാണ്. ഇപ്പൊ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ അതേപോലെ മറ്റേ അലുമിനിയത്തിന്റെ ഇന്ത്യാലത്തിന്റെ എല്ലാം നമ്മൾ ഉപയോഗിച്ച് എല്ലാ രോഗങ്ങളാണ്. എല്ലാ രോഗങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഇതില്ല. ഇപ്പൊ മാക്സിമം ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഏകദേശം ഒരു 60% മൺപാത്രത്തിലേക്ക് വന്നു. ബാക്കിയൊക്കെ ഇപ്പൊ പുട്ടി വിടുന്നു അല്ലേ? മരക്കൈലി അല്ലേ? അതന്നെ, പുട്ടി വിടുന്നത് ഇതില് പുട്ടും പാത്രമാണ്. കണ്ട, മുളയുടെ കണ്ട. അപ്പൊ ഇക്ക പറയുന്നത് പുട്ടി വിടുന്നത് അതേപോലെ മുളയുടെ അത് വീട്ടിലിപ്പോ കയ്യില് മൺകലം അതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് അല്ലേ? ഉണ്ടെങ്കിൽ അതെ. അപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഇപ്പൊ ഇതേപോലത്തെ ഒരു ഇതിലേക്ക് മാറുക നല്ലത്. ഈ മൺപാത്രവും അതേപോലെ നമ്മള് എന്നെ പറഞ്ഞു കണ്ട. ഇത് ഈ കരി നമ്മള് ഇത് തേച്ച് പിടിപ്പിക്കണം. ആണത് മയക്കി ഇതേപോലെ ആക്കണതാണ് അല്ലേ? മയക്കണതാണ് അല്ലേ? ഉണ്ടാക്കണത് ഈ നേരം നമ്മളിത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇത് കണ്ട, ഇവിടെ ഒക്കെ ഇതാണ്. കണ്ട ഉണ്ടിയപ്പാനി കാഴ്ചപ്പാനി ഇതൊക്കെ കണ്ട, ഒക്കെ പഴയ ഓർമ്മകളാണ്. ഇവിടെ വന്നപ്പോ എല്ലാം കണ്ട ഉണ്ടായിരുന്നു അല്ലേ? ഇത് ഭരണി, പഴയ അച്ചാറ് അതേപോലെ ഒക്കെ ഇടുന്ന സാധനങ്ങളാണ്. ചേട്ടക്കൈല് കണ്ട, ഇതേപോലെയാണ് ഇപ്പൊ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പറയണ. ചേട്ടക്കൈല് പായ നോക്ക് കണ്ട. മെത്തപ്പായ അല്ലെ? പുഴുങ്ങിയിട്ട് ചെയ്യണത് അല്ലേ? അതൊക്കെ ഇപ്പൊ ആരെ കാണുന്നു? ഇപ്പൊ അതൊക്കെ എവിടെ ഉണ്ടായിരുന്നത്? ഈ ഒരു പായ അല്ലെ നിക്കുന്ന ശരിക്ക? കണ്ട, ഇത് മെത്തപ്പായാണെന്ന് പറയുന്ന കണ്ട. ഇത് കണ്ട, അത് 2000 ഉറുപ്പ്യ വില വരും ഈ ഒരു പായക്ക് കേട്ടാ. ഇത് അത്ര പെട്ടെന്ന് ഈ പായയുടെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് ഈ ഒരു പായ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് വിരിച്ചു കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും പാടില്ല ഇതിൽ. ഇത് വിരിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടായില്ല, പുറം വേദന, കാലുവേദന
അങ്ങനെയുള്ള ഒരു വേദനകളും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അസുഖങ്ങളും ഉണ്ടാവില്ല ആ മൊത്തത്തിൽ പറഞ്ഞ. അത് പിന്നെ കുറച്ച് നമ്മുടെ പാരന്നോട്ട് കണ്ടോ തേങ്ങ പൊളിക്കണത് കണ്ടാ. ഇത് നോക്ക് എത്ര കണ്ടാ, എത്രേ ഉള്ളൂ, ഒരു ചാണും കൂടി ഇല്ലാട്ടാ. കണ്ടാ ഇത്ര പോയ സാധനമാണത്. കണ്ടാ എന്താ നോക്ക്, ഇത് ഇവിടെ കൊറേ ഉണ്ട് ഇവിടെ കേട്ടാ. ഇതാ അമ്മി ചെറിയ അമ്മിക്കല്ല് ഇതാണ്ട, അതിന്റെ ഇതൊക്കെ കണ്ട. ഇത് നോക്ക്, ഇതൊക്കെ നല്ല ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഊഞ്ഞാലാണ്. മറ്റേ ഇതൊക്കെ കളിക്കാനുള്ളത് എല്ലാം ഇവിടെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നോക്കി നോക്ക്. പഴയ കാലത്ത് മുളയുടെ ഊഞ്ഞാലുണ്ട്, മരത്തുമ്മ കെട്ടിയിട്ട് ഊഞ്ഞാലുണ്ടല്ലോ. ആ പഴയ മരത്തുമ്മ കെട്ടിയിട്ട് ഊഞ്ഞാലുണ്ട്. അതെ. മുളങ്ങനെ നടു പൊളിച്ച് അതിന്റെ ഇടയിൽ വടി വെച്ച് എന്നിട്ട് ഇങ്ങനെ ഈ പല വെച്ച് അതെ ഇങ്ങനെ ഒരാൾ അങ്ങനത്തെ അതൊക്കെ ഉണ്ടാക്കണത് തന്നെയാണ് അല്ലേ. എല്ലാം സെറ്റ് ചെയ്ത് നമ്മളായിട്ട് എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെക്കുന്നതാണ്. നീക്ക് വേറെ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞൂടെ? വേണ്ട ഇതില്ലേ. ഇത് നോക്ക്, ഇത് എന്തിട്ട് വെക്കണതാ ശരിക്കും? ഇത് പഴയ കാലത്ത് നെല്ലിട്ട് വെക്കണത് അല്ലേ. എത്ര ലിറ്ററിന്റെ ഇത്? ഒരു 20-25 ലിറ്റർ വരും അല്ലേ. നോക്ക് 25 ലിറ്ററിന്റെ ഇതാണ് നെല്ലിട്ട് വെക്കണതാണ് പഴയ കാലത്ത്. ഇതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ഇതൊക്കെ. ഇതൊന്നും ഇപ്പൊ ആരും ഉപയോഗിക്കില്ലല്ലോ അല്ലെ. പക്ഷെ പഴമക്കാർക്ക് അറിയാം അതൊക്കെ ഉണ്ടായിരുന്നുള്ള ഓർമ്മയും മാറിയത്. അത് ഇതിന്റെ എത്ര പോകുന്നത്? 15 പേർക്കുള്ള ഓർഡർ ചെയ്തിക്കല്ലേ. ഒരു ഇത് ല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇത് കണ്ട പഴയ കാലത്തെ കമ്പ്രാന്തല്. കമ്പ്രാന്തല് കറണ്ടില് കത്തിക്കുന്നതുകൊണ്ട് സാധാരണ അത് പഴയ കാലത്ത് കമ്പ്രാന്തല മറ്റേ കാളവണ്ടര താഴത്തൊക്കെ ഇങ്ങനെ കെട്ടി നോക്കി പോയില്ല, ആ സാധനമാണ്. അതില്ലേ. അത് കറണ്ടില് കത്തിക്കണത്. അതേപോലെ തന്നെ സാധാ അതിൽ കത്തിക്കണതുണ്ട് അല്ലേ. അത് അവിടെ ഉണ്ട് കേട്ടാ. മണ്ണെണ്ണ ഞാനിപ്പോ അറിയാത്തവരാണ് മണ്ണെണ്ണ മേടിച്ചു കൊടുക്കുന്നത്. ഇതെന്താ മരം? കുത്തി നടക്കുന്നത് അല്ലേ. സാധാ ചൂരിലാണത്. അത് ചൂരിലിന്റെ പഴയ വീശറി കണ്ടാ. രാമച്ചം അല്ലേ. അത് രാമച്ചം. നമുക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പേരൊക്കെ മനസ്സിലാകുന്നത് കേട്ടാ. ഇതാണിപ്പോ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.